ഈ കണ്ണ് പിടിച്ച് നമ്മൾ നോക്കും. കണ്ണ് പിടിച്ച് നോക്കുമ്പോൾ കണ്ണിന്റെ മ്യൂക്കസ് മെംബ്രെയിൻ എന്ന് പറയും. ഈ തമിഴ്നാട്ടിലെ പശുക്കൾക്ക് തൈലേറിയ വരും, അനാപ്ലാസ്മ വരും. അയ്യോ, തമിഴ്നാട്ടിലെ പശുക്കളെ വേടിക്കരുതേ. ഞാൻ 6 വർഷമായിട്ട് തമിഴ്നാട് പശുക്കളെയാണ് ഇവിടെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ വീട്ടിൽ ഒരു പശു വീണ് ചത്തുപോവുകയോ അതില് എനിക്ക് നഷ്ടങ്ങൾ സംഭവിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്നെ പോലെ തന്നെ എല്ലാ കർഷകരും കച്ചവടക്കാരും ഒക്കെ ഇതുപോലെ ശ്രദ്ധിക്കുകയാണെങ്കിൽ പശുക്കൾക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവത്തില്ല. യഥാർത്ഥത്തിൽ തൈലേറിയ നാട്ടിലെ പശുക്കൾക്കും ഉണ്ട്. കേരളത്തിലെ പശുവിനെ തമിഴ്നാട്ടിൽ കൊണ്ടുപോയും തമിഴ്നാട്ടിലെ പശുവിനെ കേരളത്തിൽ കൊണ്ടുവന്നാലും തൈലേറിയ കൺഫേം ആയിട്ട് വന്നിരിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, പശുക്കളെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ചെയ്യുന്നൊരു കാര്യം, അതിന്റെ കണ്ണ് പിടിച്ച് നോക്കും. ഈ കണ്ണ് പിടിച്ച് നോക്കുമ്പോൾ ഈ കണ്ണ് പിടിച്ച് നമ്മൾ നോക്കും. കണ്ണ് പിടിച്ച് നോക്കുമ്പോൾ കണ്ണിന്റെ മ്യൂക്കസ് മെംബ്രെയിൻ എന്ന് പറയും. ഈ മ്യൂക്കസ് മെംബ്രെയിൻ, അടിഭാഗത്തുള്ള ഈ മ്യൂക്കസ് മെംബ്രെയിൻ പെയിലാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പിങ്ക് കളറിലാണ് വേണ്ടത്. അത് മഞ്ഞ കളറിലാവുമ്പോൾ പെയിൽ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഹീമോ പ്രോട്ടോസോവൽ ഇൻഫെക്ഷൻ ഉണ്ട്, ഡെഫിഷ്യൻസി ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ എല്ലാവരും എന്നെ ഇത് പറയുമായിരിക്കും, പശുവിന്റെ ബാക്ക് സൈഡ്, പശുവിന്റെ ഈ ഒരു ബാക്ക് സൈഡ് നമ്മൾ പശുവിന്റെ ഈ ബാക്ക് സൈഡ് ഈനം, ഈ ബാക്ക് കാണുന്നുണ്ടോ, ബാക്ക് ഈനം, ഈ ഈനം സൈഡ് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇതിന്റെ ഉള്ളിലുള്ള മ്യൂക്കസ് മെംബ്രെയിനിനുള്ളിലും ചെറിയ ചെറിയ കൊതുക് കടിച്ചുള്ള കുഞ്ഞു കുഞ്ഞു മുറിവുണ്ടെങ്കിൽ കൺഫേം ആയിട്ടും ആ പശുവിനും തൈലേറിയ ഉണ്ട്. തൈലേറിയ ഉള്ളതിന്റെ ലക്ഷണമാണ് ഈ ഈനത്തിന്റെ ഉള്ളിൽ കുഞ്ഞു 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 മുറിവുകൾ കാണും. മുറിവുണ്ടെങ്കിൽ കൺഫേം ആയിട്ട് ഈ ഒരു ഫസ്റ്റ് ആയിട്ട് നമുക്ക് അത് കാണാൻ മനസ്സിലാക്കും. അതുപോലെ തന്നെ കണ്ണ് നമ്മൾ മ്യൂക്കസ് മെംബ്രെയിൻ, കണ്ണിന്റെ മ്യൂക്കസ് മെംബ്രെയിൻ പിടിച്ചുമ്പോൾ അവിടെ പെയിലായിരിക്കും. ഈ രണ്ട് സിംറ്റംസ് വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, തൈലേറിയ ഉണ്ടോ എന്ന് മനസ്സിലാക്കാം. അതുപോലെ തൈലേറിയ ഉള്ള പശുവിന് എപ്പോഴും ഈ ഒരു സൈഡ് ബാഡ് സ്മെൽ ആയിരിക്കും. ഒരു 10 പശുവിനെ എടുത്തു കഴിഞ്ഞാൽ 2-3 പശുവിനെങ്കിലും ഇതുപോലെ തൈലേറിയ ഉണ്ട്, ഈ സ്മെല്ല് കാണും. അതുപോലെ തന്നെ ഇവിടെ വിശർത്തിരിക്കത്തില്ല, അയവെട്ടല് കാണത്തില്ല. ഈ ഒരു അബ്ഡമൻ സൈഡിൽ നല്ല പോലെ ബ്രീത്തിങ് കാണും, പ്രസവിക്കാൻ പോകുന്ന ഒരു വിമിഷ്ടം പോലെ കാണും. ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ വെച്ചാണ്. അതുപോലെ രോമം അമിതമായി പൊഴിയും. ഈ ഒരു സൈഡ് എൻലാർജ് ആയി കാണും കേട്ടോ. തൈലേറിയ ഉള്ള 2+, 3+ ഉള്ള സൈഡ് ഇത് എൻലാർജ് ആയി കാണും. ഇങ്ങനെയൊക്കെ വെച്ചിട്ടാണ് തമിഴ്നാട് പശുക്കളെ നമ്മൾ എടുക്കുമ്പോൾ സെലക്ട് ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ കർഷകർക്ക് ഉറപ്പായിട്ടും പശുക്കളെ നല്ല രീതിയിൽ, തമിഴ്നാട് പശുക്കൾക്ക് മാത്രമേ നല്ല കറവ കിട്ടത്തുള്ളൂ.